എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഒരു ചോദ്യം അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടത്. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം മംഗളൂരമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലേക്കുള്ള എന്റെ ഈ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. അഖിൽമാരാർക്ക് വെല്ലുവിളിയായിട്ട് ആരാ വരിക? ഈ നാടാകെ അവന് വെല്ലുവിളിയാ. പിന്നില്ലേ ഈ നാട് മൊത്തം അവനെതിരാ. അഞ്ജലി ചേച്ചി, നമ്മള് അഞ്ജലി നായര് മത്സരിക്കാൻ ചിഹ്നം എന്താണ്? ചിഹ്നം ചക്ക. ജാക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് എലക്ഷൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന എലക്ഷൻ പ്രചരണം. വളരെയധികം കോമഡി നിറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്, പ്ലീസ്. ആദ്യം തന്നെ നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനിലോട്ട് പോവുകയാണെങ്കിൽ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി PR തലങ്ങും വിലങ്ങും നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട്. ആ പണിയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ ഇടയ്ക്ക് ഒരു ബോംബുകൾ അവിടെ ഇവിടെ കേട്ടിട്ട് പോകുന്നത്. മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം, അതൊക്കെ വെളുപ്പിക്കലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഇങ്ങേരുടെ ഒരു ധാർഷ്ട്യ മനോഭാവമുണ്ട്. ഇപ്പോൾ മീൻസ് ഞാൻ കുറ്റം പറയല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല. ആദ്യമേ തന്നെ അത് പറയട്ടെ, ഞാനൊരു കോൺഗ്രസ് അനുഭാവിയല്ല, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയല്ല, BJP അനുഭാവി തീരെയല്ല. ഒരു കാരണവശാലും നിങ്ങൾ എന്നെ സംഖ്യയിലും കൂട്ടരുത്. ഓക്കെ, പറയാനുള്ളത് ഇങ്ങേർക്കൊരു ധാർഷ്ട്യ മനോഭാവമുണ്ട്. ധാർഷ്ട്യ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് കടക്ക് പുറത്ത് എന്നുള്ള ആ ഒരു ഡയലോഗിനെ തന്നെ ഇപ്പോൾ സുജിത്ത് ഭക്തൻ്റെ പോഡ്കാസ്റ്റ് ചാനലിൽ വന്നിരുന്നിട്ട് വെളുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലാക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ കടക്ക് പുറത്ത് അല്ലെങ്കിൽ പുറത്ത് പോ എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ മാധ്യമങ്ങൾ അത് വളച്ചൊടിക്കുകയാണ് ചെയ്തതെന്നാണ് ആൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് വെളുപ്പിക്കലിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഞാനതല്ല പറഞ്ഞു വരുന്നത്. വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഒരു ചോദ്യം അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഒരു ചോദ്യം, അത് നിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാൾ തന്നെയാണ് ഇത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആളോട് പറയുന്ന മറുപടിയാണിത്. ഇപ്പോൾ വളരെയധികം ഹിറ്റായിട്ടുള്ളൊരു ഡയലോഗായിരുന്നു കടക്ക് പുറത്ത്. ആ ഒരു ഡയലോഗിന് ശേഷം പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഡയലോഗാണിത്, നിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇയാൾ നമ്മളെ കാണുന്നത് അടിമകളായിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ വയ്ക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ സംസാരിച്ചു പോയിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തന്നെയായിരുന്നു ഈ പ്രതികരണം. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് 10% വീതം കൂട്ടുക UDFന്റെ മദ്യനയം അനുസരിച്ച് 2 കൊല്ലത്തെ കൂട്ടിക്കഴിഞ്ഞു. അത് കൂട്ടുവോ? ഇതൊക്കെ അങ്ങനെയുള്ള വശവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒറ്റയടിക്ക് പൂട്ടാറുള്ളത്. ഉമ്മൻചാണ്ടിയോട് ആ ഒരു കമൻറ്റ് വന്നപ്പോൾ ഉമ്മൻചാണ്ടി അതിനെ നേരിട്ട വിധം, അതുപോലെ പിണറായി വിജയൻ നേരിട്ട വിധം, രണ്ടും തമ്മിൽ ഭയങ്കര ഒരു അന്തരമുണ്ട്. കാരണം മീൻസ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഒരു കാറിൽ പോവുകയാണെങ്കിൽ തന്നെ ആ കാറിനകത്ത് ഉമ്മൻചാണ്ടി ഇരിക്കുക ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് പലവട്ടം.
ഇപ്പോൾ ഇന്നോവയിലൊക്കെ പോകുമ്പോൾ ആള് ഞെങ്ങി ഞെരുങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ മറ്റുള്ള കോൺഗ്രസ് അനുഭാവികളൊക്കെ അങ്ങേരുടെ ഒപ്പം തന്നെ ഉണ്ടാവാറുണ്ട്. മീൻസ് അയാൾക്ക് അങ്ങനൊരു കുഴപ്പങ്ങളില്ല, നല്ല ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഓഫീസിനകത്തെ ക്യാമറ 24 hours വർക്കിംഗ് ആയിരുന്നു. നമുക്കത് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാം. പിണറായി വിജയൻ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം ആ CCTV ക്യാമറ എടുത്ത് മാറ്റുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി അത് ഫീൽ ചെയ്തിരുന്നു ഉമ്മൻചാണ്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ. ഈ ജനസമ്പർക്ക പരിപാടി ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപഴകുമ്പോൾ. ഇപ്പോൾ ഈ പിണറായി വിജയനിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഭയമാണ് ചോദിക്കാൻ. ഇപ്പം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളൊരു സംഭവമല്ല. ഇപ്പം നിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ആളേനെ നല്ലോണം അങ്ങോട്ട് മെരുക്കിയെടുത്തിരിക്കുകയാണ്. പിന്നീട് ആളുടെ അഭിമുഖം വന്നപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, എനിക്ക് പിണറായി വിജയനോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, മുഖ്യമന്ത്രിയോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ആൾ സംസാരിച്ചത്. അതവിടെ PR വർക്കേഴ്സും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ ഉയർന്ന നേതാക്കളൊക്കെ പോയിട്ട് നല്ല രീതിയിൽ പിടിപെടുത്തിയിട്ടുണ്ടാവും. എടാ നീ മര്യാദയ്ക്ക് സംസാരിക്കുക, ഞങ്ങൾ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ നീ അവിടെ തുപ്പിയാൽ മതി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഇയാളെന്നെ കണ്ടുപിടിക്കും, ചോദിക്കും, മീഡിയ ചോദിക്കും എന്നുള്ള കാര്യം 100% ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയാളോട് ഇന്ന രീതിയിൽ സംസാരിച്ചാൽ മതി എന്ന് ഓൾറെഡി ചട്ടം കെട്ടിയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശി ദാസ് പി ജോർജ് എന്ന പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. DFന്റെ കൺവെൻഷനിൽ വെച്ചായിരുന്നു, പൊതുസമ്മേളനത്തിൽ വെച്ചായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അത് ദാസ് പി ജോർജ് ആണ്, അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശിയാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സാഹചര്യം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ആളുടെ മുഖത്തുനിന്ന് തന്നെ നമുക്ക് ആ ഭയം ശരിക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ആരും പേടിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആളെന്നെ. സംസാരിക്കുമ്പോൾ ഇന്ന രീതിയിൽ സംസാരിച്ചാൽ മതി, ഇലക്ഷനാണ്, മറ്റേതാണ് മറിച്ചാണ്, നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ തല കാണൂല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ അങ്ങനെയുള്ള പേടിപ്പെടുത്തലുകളും പിപ്പിടിപ്പെടുത്തലുകളും ആശ നേരിട്ടിട്ടുണ്ടായിരിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ മുഖത്ത് നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ ഇല്ലാതെ ഇരിക്കാം കേട്ടോ. പിന്നെ ഫണ്ട് മുഖ്യമന്ത്രി സംസാരിച്ച ഇതാണ്, മുന്നോട്ടുള്ള വികസനം ചെയ്യാൻ ഫണ്ട് BJPയുടെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മുന്നോട്ടുള്ള ഫണ്ട് കണ്ടെത്തും എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ അവസരത്തിൽ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അന്നത്തെ ആവശ്യത്തിന് ഞാൻ ചോദിച്ചു പോയി. ഇത്രേ സംഭവിച്ചുള്ളൂ. അവിടെ വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു. അത് ഞാൻ ചെയ്ത തെറ്റാണത്. പാർട്ടി പ്രവർത്തകനാണല്ലേ? അതെ, ഞാൻ CPMന്റെ പ്രവർത്തനമാണ്. അതായത് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു മുഖ്യമന്ത്രിയോട്. എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി രാജാവും നമ്മൾ പ്രജകളുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളല്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, കേരള സംസ്ഥാനം മുഴുവൻ വിലയ്ക്ക് വാങ്ങി വെച്ചിരിക്കുകയാണല്ലോ. അപ്പം നമ്മളൊക്കെ അവരുടെ അടിമകളാണ്. ആ രീതിയിലാണ് ആ ചേട്ടൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയോട് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്തൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ധാർഷ്ട്യം അത് ഇന്നലെയും തുടങ്ങിയതല്ല. വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭാവികൾ തന്നെ, എന്തോ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സ്റ്റേജിൽ വെച്ചിട്ട് സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെയും അങ്ങേര് പറയുന്നൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ മൈക്ക സംസാരിച്ചുകൊണ്ടിരിക്കും, മൈക്ക റെഡി അല്ലാത്തതിൻ്റെ പേരിൽ മൈക്ക വലിച്ചൊടിച്ച് നുറുക്കി കളഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ അങ്ങേരുടെ മുഖത്ത് നോക്കി നമുക്ക് സംസാരിക്കാൻ തന്നെ ഭയമാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നടപ്പും ഭാവവും. ഇപ്പം അതിനെ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും വെളുപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റേജിൽ വെച്ച് നടന്ന ഒരു സംഭവമുണ്ട്, അതൊന്ന് വെക്കാം. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ഈ കുമ്പിച്ചിൽ കടവിൽ നിന്ന് 4 ആ പെൺകൊച്ച് ഫോണുമായിട്ട് സെൽഫി എടുക്കട്ടെ എന്ന് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് മാറിക്കാനാണ് പറഞ്ഞത്, മാറിക്ക്. പക്ഷേ ഈ പെൺകുട്ടിയോട് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി ഉണ്ട്. ഈ മുഖം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ വൈകുന്നേരം മുതൽ പരിചിതമാണ്. ഇത് ആതിര ഗ്രേസ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളറട ഡിവിഷനിലെ CPIMന്റെ പ്രതിനിധിയായി വിജയിച്ച ആളാണ്. ഇന്നലെ അമ്പൂരിയിലെ ഒരു പാലം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തേക്ക് സെൽഫി എടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം അതിന് വിസമ്മതിക്കാതെ നടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ കണ്ടിട്ടാകും. ആ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. സെൽഫി എടുക്കാൻ പോയതും അല്ല, ഫോൺ കോൾ വന്നു. ആ സമയത്ത് ഒരു നിവേദനം കൊടുക്കാനായിട്ട് പോയിരുന്നു. തിരക്കായിരുന്നു CMന്. വേറെ ഒരു വിവാദമായിട്ടോ അതിനൊരു മറ്റു രീതിയിൽ വളച്ചൊടിക്കാൻ, ആതിര സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുകയൊന്നും അല്ല ചെയ്യില്ല. ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അതില് ഞാൻ എന്റെ കയ്യിൽ ഫോൺ ഇരുന്നത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണയിലോട്ട് അങ്ങനെ സംസാരിക്കാൻ ഒരു നിവേദനം നമ്മുടെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രസിഡന്റ് മുന്നേ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ ആ നിവേദനം പറ്റിയിട്ട് ഒരു നിവേദനം എന്റെ തന്നെ അതിനെ പറ്റി ഞാൻ സംസാരിക്കാനായിട്ട് പോയതായിരുന്നു. നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനായിരുന്നു. അപ്പം CMും ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. CM ഫോട്ടോ എടുക്കാൻ ഇല്ല, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അത് ഗവൺമെന്റ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് CM പോയായിരുന്നു. അതിന് വേറെ രീതിയിൽ വിവാദമായിട്ട് മാറി നിൽക്കാൻ അപ്പൊ പറഞ്ഞു. ഇല്ല ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എന്റെ അടുത്ത് സംസാരിച്ചില്ല. അങ്ങനെയല്ല, മാറി നിൽക്കാനാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീഡിയയിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ സൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരത് കേട്ടു. പക്ഷേ ഈ പെൺകുട്ടി മാത്രം അത് കേട്ടില്ല. കേൾക്കാഞ്ഞതല്ല, അത് നമുക്ക് ആ പെൺകുട്ടിയുടെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഉന്നത തലത്തിലുള്ള ആൾക്കാർ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ മീൻസ് അവർ പറയുന്ന പോലെ തന്നെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഒരു ആൻസർ അവർക്ക് പൊതിഞ്ഞിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആൻസർ അവർക്ക് തുപ്പാനുള്ള അവകാശമുള്ളൂ. ഇനി നമുക്കതിൻ്റെ സത്യാവസ്ഥയിലോട്ട് നോക്കാം. മാറി നിൽക്കാനാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഗവൺമെൻറ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊന്നല്ല പറഞ്ഞിട്ടുള്ളത്, മാറി നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ധാർഷ്ട്യം എന്ന് പറഞ്ഞ ഒരു സംഭവം. ഇനിയിപ്പോൾ പിണറായി വിജയന് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ, ഇനി തുടർഭരണം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാവുന്നതാണ്. ഇപ്പം നമുക്കിപ്പോൾ ആർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിൽ അമ്മാതിരി വിള്ളലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സിൽ നല്ല രീതിയിൽ അടി അടങ്ങുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ BJPക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ. എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു പാർട്ടിയാണ് BJP. തീരെ താല്പര്യമില്ല എന്നല്ല, ഒരു 5 പൈസയ്ക്ക് ബുദ്ധി ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. മതം മാത്രം തുപ്പാന്നല്ലാണ്ട്. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇപ്പോൾ ഇദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനാണ്, വൈസ് പ്രസിഡൻ്റാണ് BJPയുടെ. അപ്പോൾ BJPയുടെ കേരളത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന ഒരു സംഭവം ഒന്ന് നോക്കുകടാ. നമസ്കാരം. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ നടയിലേക്കുള്ള എൻ്റെ ഈ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഈ ഗുരുവായൂരപ്പൻ്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കൈകളിലാണ്. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശ മൈ ഗോഡ്, ഗുരുവായൂരപ്പൻ വിളിക്കുകയായിരുന്നു ഇയാളെന്നെ. ഇയാൾ വെറുതെ കുത്തിരിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പന് തോന്നി ഇയാളങ്ങോട്ട് വിളിച്ചാലോ. ഇയാളെന്താ അമ്പല കമ്മിറ്റിക്കാണോ മത്സരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിലേക്ക് മത്സരിക്കാനാണെന്ന് തോന്നുന്നുണ്ട് ഇയാൾ പോകുന്നത്. തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പൻ്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. നമസ്കാരം. എല്ലാവരും ഇങ്ങനെ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? ഒരു ഹിന്ദു MLA വർഗീയത വിഷം തുപ്പാണ് ഇയാൾ ചെയ്യുന്നത്. ഭഗവാന്റെ പേരും പറഞ്ഞിട്ട് ഈ
എന്താ പറയുക, ഇവർക്ക് ആകെ ഇവർ പറയാൻ പോകുന്നൊരു സംഭവം മതമാണ്. ഇപ്പോൾ ഇവർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടെ നിറയാൻ പോകുന്നത് ഈ സ്കൂളുകളോ വിദ്യാഭ്യാസം കൊടുക്കലോ അങ്ങനെയൊന്നും ആയിരിക്കില്ല, അമ്പലങ്ങളായിരിക്കും, ആരാധനാലയങ്ങളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ വിളിച്ച് പറയുകയാണ് ചെയ്തത് ഇങ്ങേരുടെ അടുത്ത്, വരൂ എന്നെ രക്ഷിക്കൂ, ഞാനിവിടെ തടവറയിലാണ്, നീയാണ് എന്നെ രക്ഷിക്കാൻ പറ്റിയ ഏക മലയാളി, സോ പ്ലീസ് എന്നെ രക്ഷപ്പെടുത്തൂ. ഗുരുവായൂരപ്പ, ഇതൊന്നും കാണുന്നില്ലയോ? എത്രയും പെട്ടെന്ന് തന്നെ ഗുരുവായൂരപ്പൻ നല്ല രീതിക്ക് വിളിക്കുന്നു തോന്നുന്നു, മനസ്സിലാവുന്നില്ല. ഇനി മറ്റൊരു മഹത് വ്യക്തിയുണ്ട്, തൃക്കാക്കരയിൽ മത്സരിക്കുന്ന അഖിൽ മാരാർ, ബിഗ് ബോസ് താരം. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം വളരെ നല്ല നിലപാടുകളുള്ള ഒരു മനുഷ്യനാണ്. രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് വേറൊന്ന് പറയും, വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അങ്ങനെ 1 വീതം 3 നേരം നല്ല രീതിയിൽ നിലപാടുകൾ മാറ്റി മാറ്റി പറയുന്ന ആൾക്ക് പിഷാരടിയിൽ നിന്നും കിട്ടി നല്ലൊരു കൊട്ട്. ഈ രമേശ് പിഷാരടീനെ അറിയാലോ, കോൺഗ്രസ്സിൽ പാലക്കാടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം ഒരു കലാകാരനാണ്, അറിയാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ പിഷാരടി എന്ന് പറഞ്ഞാൽ പിഷാരടിയുടെ കൗണ്ടറുകൾ എന്ന് പറഞ്ഞാൽ 1.5 കൗണ്ടറുകളാണ്. അദ്ദേഹം സ്റ്റേജിൽ കൗണ്ടറുകൾ കൊണ്ട് സംസാരിച്ച് 1.5 മണിക്കൂർ പിടിച്ചു നിൽക്കുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് ചൊറിയാൻ പോയത്. ഓക്കെ, നമുക്ക് ആ ചൊറിയാനുണ്ടായ ഒരു സംഭവം നമുക്കൊന്ന് കാണാം. മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല, അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും, ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്ക് ഒരു സീറ്റ് ചിലപ്പോൾ കിട്ടും. അത്രയും. അതെന്ന് വെച്ചാൽ കോൺഗ്രസിന് അയാളെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ മുൻ വേദികളിൽ അയാൾ പോയിട്ടുണ്ട്. ഇവര് ധർമ്മജൻ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച നടനല്ലേ, എന്താ ജനം വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ? അപ്പോൾ ഈ രാഷ്ട്രീയം ഇതൊന്നുമല്ല. പിന്നെ നമ്മൾ രണ്ടാമത് ജനം നോക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ ഇനി ജയിച്ചാൽ നമുക്ക് പറയാനുള്ളതിനാണോ? ഈ ശ്രീ അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥിയായിട്ട് തൃക്കാക്കരയിൽ മത്സരിക്കുന്നത് ജനങ്ങൾക്ക് എന്ത് കൊടുത്തിട്ടാണ്? ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇയാൾ കോൺഗ്രസ്സിൽ മത്സരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മീഡിയാസും കുറേ എന്താ പറയുക, കുറേ റൂമറുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊല്ലത്തുനിന്നൊരു പേര് കേട്ടത് അവിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും? അല്ല, അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ഇനി പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്, പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നു നിങ്ങൾ വാർത്ത കൊടുക്കും. അവിടുന്ന് കിട്ടി നല്ല രീതിയിൽ വെക്ക്. ഇനി പിഷാരടി ആ ഒരു കാര്യത്തിന് മറുപടി പറയുന്ന ഒരു സംഭവമുണ്ട്, അതൊന്ന് കേൾക്കാം നമുക്ക്. നമ്മുടെ കോൺഗ്രസ് ഭരിച്ച ഒരു ഇന്ത്യ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആരെ പറ്റിയും അങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ളൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ടല്ലോ തിരിച്ചത്തരത്തില്. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്. അത് അദ്ദേഹം പറഞ്ഞോട്ടെ. എന്താ ചോദിക്കാമെന്ന്? ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഇന്ത്യയുടെ ഭാഗമായ അഖിൽ മാരാർ ഇതുപോലെ ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയേണ്ട. ഇതിലും വലിയ ഉത്തരം സ്വപ്നങ്ങളിൽ മാത്രം എന്നുള്ള ക്യാപ്ഷൻ ഇവിടെ നല്ല രീതിക്ക് ചേരുന്നുണ്ട്. അഖിൽ മാരാറിന് കിട്ടണ കൊട്ടൊന്നും പോരാ. ആൾ ഇനിയും നല്ല രീതിക്ക് വൈറലാവാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. നെഗറ്റീവ് രീതിയിലും വൈറലാവാലോ, വോട്ട് കിട്ടണമെന്നില്ല, പക്ഷേ വൈറലാവാം. ഇതൊന്നുമല്ല, ഇങ്ങേരുടെ മണ്ഡലത്തിൽ അവിടുത്തെ വോട്ടർമാർ തന്നെ ഇദ്ദേഹത്തെ നല്ല രീതിക്ക് ഊക്കിവിടുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം.
ചേട്ടൻ തൃക്കാക്കരക്കാരനല്ലേ? ആ പറയ്. അഖിൽമാരാറാണ് മത്സരിക്കുന്നത്. അപ്പൊ അഖിൽമാരാർക്ക് വെല്ലുവിളിയായിട്ട് ആരാ വരിക? ഈ നാടാകെ അവന് വെല്ലുവിളിയാ. ആ പിന്നില്ലേ, ഈ നാട് മൊത്തം അവനെതിരാ. എന്ത് ക്വാളിറ്റി അവനുള്ളൂ, എന്ത് രാഷ്ട്രീയം ഉള്ളത്? ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ, വലതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ, അല്ലെങ്കിൽ മിഡിലായിട്ട് നിൽക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. BJPക്ക് വേണ്ടിയിട്ട് കോടാലിക്ക് അയ്യായിട്ട് മാറണേന്ന് അയാൾ. അത് ഈ കേരള രാഷ്ട്രീയത്തിന് ഓടില്ല. അതാണ് അഖിൽമാരാരെ കുറിച്ച് എനിക്കുള്ള അഭിപ്രായം. ചേട്ടാ അഖിൽമാരാരെ കുറിച്ച് എന്താ അറിയാം? ഞാൻ പറയാൻ ആദ്യം ഇല്ല, ബിഗ് ബോസിൽ ഏതാണ്ട് കൺസ്യൂമേഴ്സിന് കാണിക്കുന്നുണ്ടായി, അത്രേ ഉള്ളൂ. കാരണം BJPയുടെ സബ് ഏജന്റാണ് ഇവൻ. അപ്പോൾ അഖിൽമാരാരുടെ മണ്ഡലത്തിൽ നിന്ന് തന്നെ നല്ല രീതിക്ക് കൊട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പോരാണ്ടാണ് പുറത്തുനിന്ന് നോക്ക് മേടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ NDA സ്ഥാനാർത്ഥികൾ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അഞ്ജലി നായർക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ വന്നൊരു മഹത് വ്യക്തിയുണ്ട്, ഒരു സൂപ്പർ സ്റ്റാർ. നമ്മുടെ മമ്മൂട്ടി മോഹൻലാലൊന്നുമല്ല, അതുക്കും മേലെ എന്താ പറയുക, പാൻ ഇന്ത്യൻ ലെവലിലെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാം. അപ്പോൾ അദ്ദേഹം ആരാണെന്നല്ലേ ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. ഹായ് പെരേര, ഇതെന്താണ് സംഭവം? അപ്പോ അഞ്ജലി ചേച്ചി അഞ്ജലി നായര് ചിഹ്നം എന്താണ്? ചിഹ്നം ചക്ക. അപ്പൊ ചക്കച്ചിഹ്നത്തിൽ മത്സരിക്കുന്ന അഞ്ജലി നായർക്ക് എല്ലാവരും വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അപ്പൊ അറിയാല്ല, ചിഹ്നം ചക്കയാണ്, നമ്മുടെ NDA ആണ് നമ്മുടെ ഇലക്ഷൻ. അറിയാലോ, ചിഹ്നം ചക്കയാണ്. ഭാഗ്യം ഇയാളെ എല്ലാത്തിലും ഓരോ ഇപ്പം എന്താ പറയുക, ഒരു റീല് ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും ഒരു 100 തെറ്റ് വരാറുണ്ട്. പക്ഷെ ഇവിടെ തെറ്റൊന്നും കൂടാതെ ആൾ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും അഞ്ജലി നായർക്ക് 100 വോട്ട് 100 വോട്ടെങ്കിൽ 100 വോട്ട് കിട്ടേണ്ടത് ചിലപ്പോൾ ഇത് മൂലം 10 വോട്ടിലേക്ക് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.